അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 15 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ ചെറിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 20 അല്ലി വെളുത്തുള്ളി അല്ലികളും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ അല്ലി വെളുത്തുള്ളി അല്ലികളാണ്. വലിയ അല്ലി വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം എടുത്താൽ മതിയാവും. ഇനി 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് ചതച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കൈപിടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. എല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ചതച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള അധികം പുളിപ്പൊന്നുമില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം ചതച്ചെടുത്തതാണ്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് പൊടിച്ചെടുക്കുക. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം, അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മുഴുവൻ വലിയ ജീരകം ചതച്ചെടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ചതച്ച മുളകാണ്. ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കിയിട്ട് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി. പിന്നൊരു കാര്യം, പെരിഞ്ചീരകം നിങ്ങളുടെ കയ്യിൽ പൊടിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ പെരിഞ്ചീരകമാണ് കയ്യിലുള്ളതെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത സമയത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ കുരുമുളക് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഈ ചതച്ചില്ലേ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച സമയത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ആണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിന് അധികം എരിവുണ്ടാവില്ല, കുറച്ച് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാകുമ്പോൾ നാടൻ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മസാലക്കൂട്ട് തയ്യാറാക്കി എടുത്തില്ലേ, അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്ത 2 ടീസ്പൂൺ ഉപ്പ് കറക്റ്റാണ്. അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം ഉപ്പും എരിവും ഒക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ തയ്യാറാക്കിയതിൽ കറക്റ്റ് എരിവും ഉപ്പും ഒക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയും ചിക്കൻ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വരഞ്ഞു കൊടുക്കുന്നില്ല, ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഉള്ളിലൊക്കെ മസാല പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ചിക്കൻ കഷ്ണങ്ങളിലെല്ലാം മസാല തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം, മസാലയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്.
അതുപോലെ നമുക്കെല്ലാം ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണമല്ലോ. ഇതിന് 1 മണിക്കൂറെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വരും. പുറത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ മസാലയൊക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ചിക്കനിലെല്ലാം മസാല നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്കാണ് നമ്മൾ മാവ് ഇട്ട് കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയും ചെയ്യും. ചിക്കൻ മസാല പുരട്ടി വെച്ചപ്പോൾ നമ്മൾ കോൺഫ്ലോറോ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളിതിൽ ഗോതമ്പ് പൊടിയാണ് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മൾ ഈ മാവ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതൊന്ന് ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു വശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുക. വശം ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ 2 വശവും നല്ലോണം മൊരിഞ്ഞ് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ തന്നെയുണ്ട്. മസാലയൊന്നും ആ എണ്ണയിൽ കലർന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയൊന്നും അതിൽ കരിഞ്ഞൊന്നും പോയിട്ടില്ല. എല്ലാം ഈ ചിക്കനിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഇത് നമ്മൾ കോൺഫ്ലോറോ അതുപോലെ മൈദയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ നമ്മൾ എണ്ണയിൽ നേരിട്ട് ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ടും അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്